ഉള്ളത് ഒരു ട്രീ ഹൗസിന്റെ മുകളിലാണ്. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല കിടിലൻ വ്യൂ ആണ് ഗൈസ്. മലനിരകളും പിന്നെ വാഴത്തോട്ടൊക്കെ ആയിട്ട് നല്ല അടിപൊളി വ്യൂ ആണ്. കാണിച്ചു തരാം. സൂക്ഷിച്ച് കയറി വരുന്ന കാര്യം അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് കേട്ടോ ഈ ഒരു ട്രീ ഹൗസ് ഉള്ളത്. കയറി വരുമ്പോ കയറൊക്കെ ഉണ്ട് പിടിക്കാൻ. വേണ്ട ഇത് കുഞ്ഞു സ്റ്റെപ്പാണ്, നോക്കിയില്ലാണെങ്കിൽ താഴെ കിടക്കും. ഗൈസ് നമ്മുടെ ട്രിപ്പിന്റെ 3ാമത്തെ ദിവസമാണിത്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് സത്യം പറഞ്ഞ ഏറ്റവും കൂടുതൽ നേരെ ഇരുന്ന് ഈ ട്രീ ഹൗസിന്റെ മുകളിലാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ നല്ല ഒരു അടിപൊളി വാഴത്തോട്ടം കാണാൻ പറ്റും, പിന്നെ മലനിരകൾ കാണാൻ പറ്റും. ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ മതി. ഗൈസ് ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിത്രത്തിലൊക്കെ വരയ്ക്കുന്ന പോലെ ഫുള്ള് 2-3 മലകളായിരുന്നു. പക്ഷെ അതിപ്പോ കോട വന്നിട്ട് മറഞ്ഞു പോയതാണ്. ഇപ്പൊ 1-2 കാണുന്നുള്ളൂ. ആ 2ാമത്തെ ഇല്ലേ കോട ഇങ്ങനെ നിറഞ്ഞിട്ടുള്ളത്, അതിന്റെ മുകളിലേക്ക് ഇങ്ങനെ ഒരു പാറക്കൂട്ടം പോലത്തെ ഒരു മലനിരയായിരുന്നു. പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് ആ ഒരു സൈഡിലേക്ക് അവിടെ വലിയൊരു മല പോലത്തെ കാപ്പിത്തോട്ടം കാണാൻ പറ്റും. അവിടെ കുറെ മരങ്ങളും ഉണ്ട്. പക്ഷെ നമുക്ക് ഇവിടുന്ന് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ കാപ്പിത്തോട്ടത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ച പോലെ തന്നെ ഉണ്ട് അത്. പിന്നെ നമ്മൾ നല്ല ഹൈറ്റിലാട്ടോ ഇവിടുന്ന് നിൽക്കുന്നത്. ഇവിടെ ഈ മരം കണ്ടോ, ഈ മരം കാണിച്ചു കൊടുക്കുക. ഈ മരത്തിന്റെ ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്നുവെച്ചാൽ ഒരു തെങ്ങിന്റെ ഹൈറ്റ് ഉണ്ടാവും ഏകദേശം. കണ്ടോ, നല്ല ഹൈറ്റിലാണ്. ഇവിടുന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ വാഴത്തോട്ടാണ് ഗൈസ്. ദാ ആ എൻജങ്ങൾ കണ്ടില്ലേ, അവിടെ മുതല് അതിന്റെ അപ്പുറത്തേക്ക് അത് വേറെ ഉണ്ട്, അങ്ങോട്ട് വേറെ ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഈ മാവിന്റെ പുറകില് ഫുള്ള് വാഴത്തോട്ടം. ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഇതേ അപ്പുറത്തെ എൻജില്ലേ അത്രയും പോർഷൻ വാഴത്തോട്ടം. കൃഷിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. എന്താ ഉള്ളതെന്നറിയോ, വാഴയും ചീവീടും. രക്ഷയുണ്ടായിരുന്നില്ല. ഈ ട്രീന്റെ മുകളിലാണ് നമ്മളെ ട്രീ ഹൗസ് ഉള്ളത്. ഇതൊരു പകുതിക്ക് അടുത്തല്ല, അതാണല്ലോ ട്രീ ഹൗസ്. ഇതിനൊരു പകുതിക്ക് വെച്ചിട്ടായിരിക്കുമല്ലോ ഈ ട്രീ ഹൗസ് ഉണ്ടാവുക. ശരിക്കും ലൈറ്റ് ഒക്കെ ഉണ്ട്. രാത്രി ഈ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം വെളിച്ചം കിട്ടും. പിന്നെ ഇവിടെ റിസോർട്ടിൽ ലൈറ്റ് എത്തിക്കല്ലോ, അപ്പൊ നമുക്ക് ഇവിടേക്ക് നല്ല വെളിച്ചം ഉണ്ടാവും. നമുക്ക് ഈവനിങ് സ്നാക്ക് ഇവിടുന്ന് കഴിക്കാം. നല്ല ചൂടുള്ള എന്തെങ്കിലും പലഹാരങ്ങൾ, സമൂസയോ പഴംപൊരി ഒക്കെ ആയിട്ട് വന്ന് കട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ട് ഇവിടെ പിന്നെ നമുക്ക് ഇരിക്കാൻ വേണ്ടി ലോങ് ബെഞ്ച് ഇവിടെ ഉണ്ട്. അവിടെ വേണമെങ്കിൽ നമുക്ക് സാധനങ്ങൾ വെക്കാം. അപ്പുറത്തെ സൈഡില് ഒരു കുഞ്ഞു ബെഞ്ചും ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു കുഞ്ഞു ബെഞ്ചും ഉണ്ട്. അപ്പൊ ഈവനിങ് സ്നാക്ക് എന്തായാലും നമുക്ക് ഇവിടെ തന്നെ. രാവിലെ മുതൽ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ സൈക്ലിങ്ങിന് പോകാൻ. എന്നാലും ഞങ്ങൾ സൈക്കിൾ പറഞ്ഞ് തന്നിട്ടില്ല. ഇന്നലെ ഞങ്ങൾ സൈക്ലിങ്ങിന് പോയി നനഞ്ഞ് കുളിച്ചിട്ടാണ് അവളെ സൗണ്ട് ഇപ്പൊ തന്നെ ഇങ്ങനെ ആയത് കേട്ടോ. പക്ഷെ എന്നാലും ഒക്കെ ഇപ്പൊ സൈക്ലിങ്ങിന് ഇവിടെ അതാ അവിടെ ആ ഷെഡ് കണ്ടോ, അവിടെ 2 സൈക്കിൾ ഉണ്ട്. ആ സൈക്കിൾ എടുത്തിട്ട് ഞങ്ങൾ എല്ലാരും കൂടെ ഇവിടെ മുതൽ ആ തെറ്റ് വരെ പോവോ. അവിടുന്ന് നമ്മൾ ആ തെറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ആ മലേന്റെ ആ ഭാഗം കാണുന്നുണ്ട്. കുറച്ച് കോട മാറിയില്ല. നമ്മൾ ഈ സൈക്ലിങ്ങിന് പോകുന്ന സമയത്ത് ആ ഒരു മലേന്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തിട്ടോ. കുറച്ചുകൂടി അടുത്ത് നമുക്ക് മല കാണാം. ഇനി ഞങ്ങളെക്കാട്ടും കൂടുതൽ ഇവിടെ വർത്താനം പറയാ ചീവീടാണ്. സത്യം തന്നെ കേട്ടില്ല, എന്താ ചീവിളിയാണെന്ന് അറിയോ. ഞങ്ങൾ റൂമിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം കേൾക്കുക ചീവീടിന്റെ വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പോയിരുന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ ചീവീട് തുടങ്ങും കരയാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മൾ സൈക്ലിങ്ങിന് ആരാദ്യം പോണേ? ആദ്യം ഷാമി 5 പോവും, അതിനുശേഷം ഞാനും സല്ലും പോവും. ഓക്കെ, ഷാമി കരച്ചില് തുടങ്ങി. മഴ ഇപ്പൊ പെയ്യോ? പെയ്യുന്നുണ്ട് ഗൈസ്. ഇനിയിപ്പോ ഈ പെയ്യുന്ന സമയത്ത് മഴയത്ത് സൈക്ലിങ്ങിന് പോയി കഴിഞ്ഞാൽ ഞാൻ കേൾക്കും. ഇന്നലെ ഞങ്ങൾ മഴയത്താണ് സൈക്ലിംഗ് ചെയ്തത്. പോകുമ്പോ മഴയല്ലേ ചെയ്തു, പക്ഷെ വരുന്ന സമയത്ത് നല്ല മഴ കൊണ്ടിട്ടാ വന്ന്. 100 പ്രാവശ്യം കൂടെ മഴ ഉള്ളൂ. ഒന്ന് ഇറങ്ങിക്കോ, ചെറിയ മഴ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ പോയിക്കോളൂ. ഇരുന്നിറങ്ങിയാണ് 5. ഓക്കെ, ഹൈറ്റ് ഭയങ്കര പേടിയാണ് ഗൈസ്. അതിനോണ്ട് ഇരുന്നിറങ്ങിയായിരുന്നു. ഇപ്പൊ ഹൈറ്റ് കുറച്ച് കുറഞ്ഞപ്പോ അതാ നടക്കുന്ന. ഉമ്മനെയും മമ്മിനെ എല്ലാരും നമ്മള് വിളിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സൈക്ലിങ്ങിന് പോവാ. ഞാൻ പോയിട്ട് സൈക്കിൾ എടുത്തിട്ട് കുറച്ച് ഇടുങ്ങിയ വഴിയാണ് താഴോട്ട് ഇറങ്ങാൻ. ഹൗസിന്റെ മുകളിൽ പോയില്ലേ, ഞാൻ എന്റെ മേത്തുനിന്ന് ഒരു പുഴുവിനെ കിട്ടി. നോക്കി ഇറങ്ങണേ, എവിടെയും തൊടാതെ ഇറങ്ങിയാ മതി. നമ്മുടെ സൈക്കിൾ അവിടെ ഉണ്ട് 2 എണ്ണം. ആദ്യം ഞാനും ഞാൻ 5 പോയിട്ട് വരെ. ഇത് കണ്ടോ, ഇതിന്റെ മുകളിൽ കൊക്കോ ആണെന്ന് തോന്നുന്നു. ചോക്ലേറ്റിന്റെ ഇതില്ലേ, അതാണെന്ന് തോന്നിട്ടോ. ഇത് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിഞ്ഞൂടാ. നമുക്ക് മുന്നോട്ട് കണ്ടിട്ടല്ലേ, അതുപോലല്ലേ. ഇതിന്റെ മുകളിൽ നമ്മളിങ്ങനെ സൈക്കിൾ ഉരുട്ടി ഇറക്കിയാൽ മതി. ഇന്നലെ ഞാൻ ഇതിന്റെ മുകളിൽ ഈ സൈക്കിൾ ഇങ്ങനെ തന്നെ കയറി ഇരുന്നിട്ട് ഇറക്കിയപ്പോ നേരെ അങ്ങോട്ടേക്ക് പോയി. എന്തോ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടു. ഇത് കണ്ടോ, സൈഡിൽ തോടാണ്. ഏതോ ഭാഗത്തുനിന്ന് ഒഴുകി പോകും. എന്നാലും ഇത്ര വെള്ളമല്ലേ, ഇന്ന് വെള്ളം ഒഴുക്കുണ്ട്. ഇടക്ക് മഴ പെയ്യും, ഇടക്ക് മഴ നിൽക്കും. അങ്ങനെ ഞാൻ പിടിച്ചിട്ടുണ്ട്. സൈക്കിളിനും ബ്രേക്ക് കുറവാ, എനിക്കും കുറവാ. ഇവിടുന്ന് എന്തായാലും ഇങ്ങനെ നേരെ ഇങ്ങനെ പോയി. നല്ല രസം. കിട്ടി. റെഡി.
ഞങ്ങൾ എന്തായാലും ഇനി പോയി വരാം. ബൈ. ബൈ. ഇതൊക്കെ ഇവിടുന്ന് നല്ല അടിപൊളി വ്യൂ ആണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞ വാഴത്തോട്ടം ഇതാണ് ഗൈസ്. അല്ല പോണാഞ്ചി. അയ്യോ ഓട്ടോ ഒന്ന് സൈഡാക്കി കൊടുക്കാം. അവിടെ കണ്ടൊരു മല ഗൈസ്. ഇത് നമ്മൾ നേരത്തെ കാണിച്ച അതിൻ്റെ തൊട്ടടുത്തുള്ള വേറൊരു മലയാണ്. ഇപ്പൊ തന്നെ വീണാണ്. ഞാൻ വ്യൂ നിർത്തിയിട്ട് കാണിച്ചരൊക്കെ കൊടുത്ത്, അല്ലെങ്കിൽ ഞാൻ വീണു പോകും. ഇത് നമ്മൾ നേരത്തെ ട്രീ ഹൗസിന് മുകളിൽ നിന്ന് കാണിച്ചു തന്നില്ലേനും വാഴത്തോട്ടും വയലും ഒക്കെ. ആ വയലും വാഴത്തോട്ടൊക്കെയാണ് കഴിച്ചത്. കുറച്ചും കൂടെ മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ഉണ്ടായി കാണിച്ചു തരാം. ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്ന സമയത്ത് ഇവിടെ കുറേ ഈ വാഴേൻ്റെ ഓണസം തോന്നുന്നു ഒരുണ്ടായിരുന്നപ്പോൾ കുറേ വാഴക്കലൊക്കെ വെട്ടിയിട്ട് അവർ കൊണ്ടുപോയി. വെള്ളമെടുപ്പായിരുന്നു ഇന്നലെ ഇവിടെ. ഇത് കുറേ ദൂരമുള്ള റോഡാട്ടോ, ചെറിയ റോഡാണ്, പക്ഷെ കുറേ പോവാണ്ട് ഇവിടെ. കുറേ ഇങ്ങനെ വളഞ്ഞിട്ടാ നമ്മളിപ്പോൾ പോകുന്നത്. നമ്മൾ ആ ട്രീ ഹൗസിൻ്റെ മുകളിൽ നിന്ന് കണ്ടിട്ടായിരുന്നില്ലേ ഒരു മല. ആ മല നമുക്ക് കറക്റ്റ് ഒരു വ്യൂവിൽ നിന്നിട്ട് കാണാൻ പറ്റും. ആ ഭാഗത്തേക്ക് നമ്മളിപ്പോൾ പോയിക്കൊണ്ട് അവിടെ പോയിട്ട് കാണിച്ചു തരാം. അവിടെ നല്ല രസമാട്ടോ. അവിടെ ഈ നമ്മളിപ്പോൾ ഈ കാണുന്ന തോടിൻ്റെ ഒരു വലിയൊരു പാലം പോലെ അല്ലേ? ആ പാലം പോലെ. അതിനപ്പുറത്തേക്ക് ഇന്നലെ ശ്രീയും കാക്കയും കൂടെ സൈക്കിൾ ഓടിച്ച് പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് പോകാം. അയ്യോ 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 വളവ് ഗൈസ്, ബ്രേക്ക് കിട്ടില്ല. മഴ ചെറുതായിട്ട് പൊടിഞ്ഞു തുടങ്ങി. മഴ ഇങ്ങനെ ഇടക്ക് പെയ്യും, പിന്നെ നിൽക്കും, വീണ്ടും പെയ്യും, പിന്നെ നിൽക്കും. പക്ഷെ ഇന്നലെ നല്ല മഴേനെ ഞങ്ങൾ ഇഗ്നോർ ചെയ്ത് നടന്നിട്ട് വലിയ മഴയും കൊണ്ട് ഉമ്മയും മമ്മിയൊക്കെ നല്ല ആഴമുണ്ട്. ഇന്നിപ്പോ ഒരു കൊടയൊക്കെ എടുത്ത് റെഡി ആയിട്ട് വന്നതാ. നമ്മളെ ദേശത്താനായി ഗൈസ് നമ്മൾ പറഞ്ഞ സ്പോട്ടിലേക്ക്. ഇത്ര ദൂരം ഞാൻ ഒറ്റ കൈ കൊണ്ട് അഞ്ചു ഓടിച്ചത്. നമ്മളെ ട്രീ ഹൗസിന് കാണിച്ചു തന്ന ആ മലല്ലേ, അത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ലോണം കാണാം. അയ്യോ അത് കോട മൂടി. ഇത് കുറച്ച് കയറ്റാണ് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് കണ്ട ആ മലയാണത്. അതിന് മുകളിലേക്കുള്ള ഒന്നും കാണുന്നില്ല കേട്ടോ. ഫുൾ കോട മൂടി പോയിട്ട്. ഇന്നലെ നല്ല വ്യൂ ആയിട്ട് കാണണ്ടേനു, പക്ഷെ ഇന്ന് നല്ല കോട മൂടി. അത് ഇന്നലത്തേനെക്കാട്ടും നല്ല മഴ ഇന്ന് കൂടുതലാ. നമുക്ക് മറ്റേ വഴി പോയാലോ? ഒരു ഇന്നലെ പോയ വഴി എന്താ പറയാ, ഇതിലേ പോയിട്ട് അങ്ങോട്ട് പോയി. അവിടെ നല്ലൊരു വ്യൂ ഉണ്ട് പറഞ്ഞു. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയേക്കാം. ഇവിടെ ആയിരുന്നു ഞങ്ങൾ കുറച്ചു നേരം നല്ല ഇരുന്നതൊക്കെ. ഇതാ ഇതിന്റെ മുകളിൽ നേരത്തെ നമ്മളവിടെ കണ്ട തോടില്ലേ, ആ തോടാണിത്. നമുക്ക് അപ്പുറത്തെ വഴിയൊന്ന് പോയേക്കാം. ഇത് കഴിച്ച് ഞങ്ങൾ ഇന്നലെ പോവാത്ത വഴിയാണ് കേട്ടോ. ഇത് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ കാക്കി ശ്രീയും കൂടെ ഇതിലൂടെ സൈക്കിൾ ഓടിച്ച് പോയിട്ടുണ്ടായിരുന്നു. നല്ല ഇരുട്ടാ. അയ്യോ ഇവിടെ ഒരു കയറ്റാണല്ലോ. ആ ഇല്ല ഇല്ല ഇല്ല, ഇന്നലെ ഒരു ഇവിടെ വരാ പോയത്. ആ ഇത് അപ്പുറത്തെ ഈ വാഴത്തോട്ടത്തിന് അപ്പുറത്താണ് നമ്മൾ വന്ന വഴി. ഇതാണ് ഗൈസ് ഇവിടെ നിന്നുള്ള വ്യൂ. നല്ല രസമുണ്ട് കാണാൻ. നല്ല തണുത്തൊരു അന്തരീക്ഷമൊക്കെ ആയിട്ട്. ഇപ്പൊ മഴയൊക്കെ പോയി നല്ല തണുത്തൊരു അന്തരീക്ഷമായി. നല്ല രസമുണ്ട് അഞ്ചി. നല്ല രസമുണ്ട്. ഹായ്. ഒരു ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യണ്ടോ, ഉമ്മയും മമ്മിയും കാക്കി ശ്രീയും കൂടെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഇനി ഞങ്ങൾ ഈ സൈക്കിള് കൊടുത്തിട്ട് വേണം അവർക്ക് സൈക്കിളും കൊണ്ടുവരാൻ. അവിടേക്ക് കയറ്റാട്ടോ, അവിടേക്ക് നമുക്ക് പോവാൻ കഴിയില്ല ഈ സൈക്കിൾ ചവിട്ടിയിട്ട്. നല്ല കയറ്റാ. പിന്നെ അപ്പുറത്തേക്ക് റോഡ് ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോ നമ്മളൊരു മല കണ്ടില്ലേനോ, ആ മലന്റെ റോഡാന്ന് തോന്നുന്നത്. പിന്നെ ഇതൊക്കെ നല്ല കൊടുങ്കാട് പോലെ കേട്ടോ. ശരിക്കും നമ്മൾ അതിന്റെ ഉള്ളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷെ ഇങ്ങനെയാണ് സമയത്ത് ശരിക്കും ഒരു കാട് പോലെയുള്ള. ഇതിനപ്പുറത്ത് ആ വഴിയില്ലേ, നമ്മൾ ആ റോഡിൽ നിന്ന് വരുമ്പോ ഒരു മല കണ്ടില്ലേ, ഒരു മണ്ണ് പോലത്തെ, അതിന്റെ വഴിയാണ് അപ്പുറത്തുള്ളത്. അത് ശരി. പോകാൻ പേടിയിട്ട് ഇല്ല, ഞാൻ പോയനെ. തിരിച്ചു പോയാലോ? ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പോകാൻ തോന്നില്ല. നല്ല അറ്റ്മോസ്ഫിയർ. ഗൈസ് ഒരു മുന്നിൽ പോയിട്ടുണ്ട്. നമ്മളിത് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഒരു മുന്നിൽ പോയിട്ട് എവിടെയോ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ നോക്കിയാൽ നമ്മൾ നേരത്തെ കണ്ട ആ മലകളൊക്കെ ഇല്ലേ, അതാണ് നല്ല
അടിപൊളി വ്യൂ ആണ് കേട്ടോ. ദൂരം അങ്ങോട്ട് നോക്കിയാല് വ്യൂ മാത്രല്ല നല്ല അട്ടയുണ്ട്. ഇന്നലെ അട്ട അടിച്ചത്. ഇത് നോക്കിയാൽ ഇത് കണ്ട ഗൈസ്, ഇന്നലെ സല്ലുവിന് അട്ട കടിച്ചാണ്. നമ്മൾ ഇന്നലെ സൈക്കിൾ ഇങ്ങനെ വന്നപ്പോ അവന് കിട്ടിയ പണിയാണത്. അപ്പൊ അട്ട ഉണ്ടാവും, അതും നമ്മൾ സൂക്ഷിക്കണം. പിന്നെ പുഴു ഉണ്ടാവും, അതും നമ്മൾ സൂക്ഷിക്കണം. ഇത് കണ്ടോ, ഈ സൈഡിൽ ഇത് മുളങ്കാടാണ്. ഇത് മൊത്തം കാടാണ്. ഇത് കണ്ടോ, കാടിന്റെ നടുക്കൂടെയുള്ള വഴി കൂടിയാണ് ഗൈസ് നമ്മൾ പോകുന്നത്. ഇതുണ്ടോ, രണ്ട് സൈഡിലും വലിയ വലിയ മരങ്ങള്, അതിന്റെ നടുക്കൂടെയാണ് ഈ ഫുട്പാത്ത് പോകുന്നത്. മഴക്കാലത്തപ്പോ എന്തായി പോകില്ലേ, കേടായി പോകില്ലേ കൃഷി? അതിനുള്ള വലിയ മണ്ണ് കൂട്ടിയിട്ടിട്ട് ഉയരം കൂട്ടി കൊടുത്ത് ഗൈസ് ഇവിടെ കണ്ട അങ്ങോട്ടുള്ള വ്യൂ. അതാ ഗൈസ്, നമ്മളെ കൂടെ ഉള്ളവരെ നമ്മൾ കണ്ടു കിട്ടിയിരിക്കുന്നു. വഴി കണ്ടില്ല, അയ്യോ പകുതി വരെ പറഞ്ഞത്. ഇനി ഞങ്ങൾ ഒഴിക്കും ഗൈസ്, ഞങ്ങൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. നല്ല ഫോണും പിടിച്ച് നേരെ തോട്ട് പോരുതേ. ഇല്ലില്ല, എന്റെ ശബ്ദം കേട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. പിന്നെ മേലെ ഒരു 5-6 അട്ടാനും കേട്ട് മക സല്ലുവിന് തോക്കുന്നെടുക്കാം. ഓ, അട്ടാന്ന് ഓർമ്മിപ്പിക്കല്ലേ. ഇവിടെ നിന്നെങ്ങാനുള്ളത് ഒരു അട്ടനെ ചെരുപ്പിനുള്ളിൽ എങ്ങനെ കയറിയെന്നുള്ള എനിക്കറിയില്ല. എന്നിട്ട് ഞാനങ്ങനെ നടക്കുമ്പോ എന്തോന്നും ഞെങ്ങുക, എന്തോ ചെരുപ്പ് അഴിച്ചു നോക്കിയപ്പോ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതിനോട് ഇതൊക്കെ കടിച്ചില്ല. നല്ല രസമാണ് കഴിച്ച് ഇതിൽ കൂടെ സൈക്കിൾ ഓടിക്കാൻ. ചെറിയ തണുപ്പ്, ചെറിയ കടൽ വഴി കേട്ട് നല്ല രസമുണ്ട്. സൈക്കിൾ ഓടിച്ചിട്ട് ഇത്ര കൊല്ലായി ചെല്ലു. സൈക്കിൾ ഓടിച്ചിട്ട് എത്രയോ വർഷം. അയ്യോ, ആ എടുത്തോ എടുത്തോ. ഇല്ലില്ല, ഞാൻ ഇന്നലെ അങ്ങോട്ട് ഞാൻ പോയില്ല. ഇന്നലെ ഷാമിയും ഞാൻ ചെറുതായിട്ട് പോയി, പക്ഷെ പിന്നെ അങ്ങോട്ട് പോയപ്പോൾ ഒരു കേക്കൊക്കെ കണ്ടു. അതൊക്കെ ഞങ്ങൾക്ക് പേടിയായിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു. ഗൈസ് ഇവിടെ കേക്കാണ്, അതിനോടൊക്കെ നമുക്ക് ചവിട്ടി കയറ്റാൻ പറ്റില്ല, ഉരുട്ടി കയറ്റാം. ഇതുണ്ടോ, ഈ നമ്മൾ നേരത്തെ കണ്ട് തോടില്ലേ, ആ തോട് ആണ് അടിയിലുള്ളത്. അതിന്റെ മഴ. അയ്യോ, മഴ ഇതെന്ത് ചെയ്യൂ? നമ്മളിത് ഓടുന്നില്ല, നമ്മളിങ്ങോട്ട് കുറേ എത്തിപ്പോയി ഗൈസ്. അതിനോണ്ട് എന്തായാലും ഇവിടുത്തെ മഴ പെയ്താൽ നമ്മൾ പെടും. നീ മോളോട്ട് പോണോ? നല്ല രസമായിരുന്നു. ഗൈസ് കോഴിന്റെ പിന്നാലെ പോകുന്നു. മാമ മഴ പെയ്യും. മഴ പെയ്യണ്ട ഗൈസ്, നമുക്ക് വേഗം തിരിച്ചു പോവാം. ഇന്റെ അമ്മ അങ്ങോട്ടേക്ക് നമുക്ക് കോട, ആ മലേന്റെ മുകളിൽ കൂടെ കോട പോണക്ക് എന്ത് ഭംഗിയാണ്. മഴയുണ്ട് ഗൈസ്, നമുക്ക് വേഗം പോവാം. ഗൈസ് ഞങ്ങൾ ഇത് അമ്മേന്റെയും മമ്മീന്റെയും കൂടി ഇങ്ങനെ നടക്കുകയായിരുന്നു. നമ്മൾ നേരത്തെ കണ്ട തോടിന്റെ കണ്ടോ, ഏതോ ഒരു ഭാഗത്തുനിന്ന് ഈ ഒരു കോർണറിൽ കൂടിയാണ് വെള്ളം വരുന്നത്. ഇവിടെ നല്ല വെള്ളം ഒഴുകുന്നുണ്ട്. പിന്നെ നമ്മളിതാ ഈ ഭാഗത്തേക്ക് നടക്കുമ്പോൾ അവിടേക്ക് ഒരു കയറ്റുണ്ട്, പിന്നെ ഇങ്ങോട്ടൊരു വഴി ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ കുഞ്ഞി മണ്ണിന്റെ വഴി പോലെ നല്ല രസമുണ്ട് ഇവിടുന്ന് കാണാൻ. അവിടെ ഫുള്ള് ഈ കവുങ്ങിന്റെ തോപ്പ് പോലെയാണ് അവിടെ ഉള്ളത്. ഇപ്പുറത്ത് വാഴക്കൃഷി, അവിടെ കവുങ്ങിന്റെ തോപ്പ്. ഇനി നമുക്ക് ഇതിലേ ഇങ്ങനെ നടന്നു നോക്കട്ടോ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഓരോരുത്തരുടെ വീട്ടിലേക്കുള്ള വഴിയോ അല്ലെങ്കിൽ വേറെ ജംഗ്ഷൻസ് പോലത്തെ അങ്ങനത്തെ വഴി അങ്ങനെ എന്തോ ആയിരിക്കും. ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ കുഞ്ഞു വഴി. ഗൈസ് ഇതാ ഈ മണ്ണിട്ട വഴി നടന്നിട്ട് നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ആമ്പല് എങ്ങനെ പറിക്കും, ചീത്ത വയ്ക്കുന്നുണ്ട് ഷാമി. വേണ്ട വേണ്ട വേണ്ട. ഇവിടുന്ന് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാല് ഫുൾ മലയാണ്, കൃഷിന്റെ ഏരിയ ആണെന്ന് തോന്നുന്നു കേട്ടോ. കുറെ ആൾക്കാരൊക്കെ ഇവിടെ കാണാനുണ്ട്. നല്ല രസമുണ്ട് കേസ് ഇവിടെ കാണാൻ. ഇതുണ്ടോ, ഇതിപ്പോ നമ്മൾ ആ ദൂരേന്ന് കണ്ട വ്യൂ ആണ്. അതാണ് ഇപ്പൊ ഇങ്ങനെ ഉള്ളത്. ഇവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാല് അമ്പൽക്കുളം. നല്ല രസമുണ്ടായി കാണാൻ. കണ്ടോ, 1 2 3 4 കണ്ടോ, എന്ത് ഭംഗിയാ കാണാൻ. ഒരു നമ്മളെ തെരയുന്നുണ്ടാവും ഇവിടെ നിന്ന്.
അമ്പലക്കുളത്തിലേക്ക് പോണെന്ന് പറഞ്ഞാൽ തന്നെ ഷാമിക്ക് ചീത്തയിട്ട്. ഇറങ്ങാൻ ഉദ്ദേശിച്ചില്ല, ഇവിടെ പത്രത്തിൻ്റെ പറയാൻ വേണ്ടിട്ടാ. ഈ ക്ലൈമറ്റ് ഒരു രക്ഷയില്ല ഗൈസ്. ഇത് ശരിക്കും ഇങ്ങനെ വന്ന് എൻജോയ് തന്നെ വേണം അല്ലേ? നല്ല അടിപൊളി ക്ലൈമറ്റ്, നല്ല തണുപ്പും. ഈ വെള്ളം മലന്റെ മുകളിൽ ഒഴുകി വരുന്ന വെള്ളമാണ്. അപ്പൊ ഇതിൽ ഇറങ്ങരുത്, പെട്ടെന്ന് ഒഴുക്ക് ഓടുന്ന ഒരു ഏച്ചി ഇങ്ങനെ നടന്നു പോയപ്പോ ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിലൊന്നും ഇറങ്ങരുത്. ഇവിടെ നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ. ഇങ്ങനെ പല സൈഡിൽ നിന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ ഫോഴ്സ് കൂടെ നമ്മൾ അറിയില്ല, അപ്പൊ അതിൽ ഇറങ്ങരുത് പറഞ്ഞു. ഓക്കെ, ഇത് സല്ലു ശ്രീയും മിസ് ചെയ്യൂട്ടോ. അവരോട് പറഞ്ഞു കൊടുക്കണം ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഈ വഴി വരാൻ അവരടുത്ത് നേരത്തെ പറഞ്ഞത്. നല്ല രസം ഉണ്ടാവുമായിരുന്നു സൈക്കിളിൽ വരാണെങ്കിൽ. അവർക്ക് മഴ ചെയ്താൽ കുട ഉണ്ട്, നമുക്ക് പെയ്താൽ കുട ഇല്ല. ഓ എന്തൊരു തണുപ്പാ. നല്ലൊരു മഴ പെയ്താ ഞങ്ങൾ മൊത്തം നിന്ന് നനയും. ചെറിയൊരു കയറ്റം ഇറങ്ങി ഉരുട്ടിക്കോ. എടാ ഒരു ഇവിടെ ഒന്നുമില്ല. ഓരെ കാണുന്നില്ലല്ലോ. വിളിച്ചോക്കാം. കിട്ടി ചെറിയ വഴിയിലേക്ക് പോയതായിരുന്നു. ഞങ്ങൾ ഇവരൊക്കെ ആയിട്ടൊന്ന് അവിടെ വരെ പോയത്. അവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാ ഗൈസ്. നിങ്ങള് കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഇവര് കണ്ടില്ല ഗൈസ്. ഇവര് വേറെ റൂട്ടിലേക്ക് പോയതായിരുന്നു. ഞങ്ങള് ഈ വഴിന്റെ അങ്ങ് എൻഡില് പോയി. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ വഴി ഇതാണ്. ഇത് വഴി പോയി കഴിഞ്ഞാൽ നല്ല വ്യൂ ഉണ്ടാകുന്ന. ഞാൻ സൈക്കിൾ അങ്ങോട്ട്, ഞാൻ സൈക്കിൾ ഞങ്ങൾ നടന്നു നിൽക്കണം. ഇവിടെ നല്ല തണുപ്പാണ്. ഇടയ്ക്ക് നല്ലൊരു തണുത്ത കാറ്റടിക്കും ഇവിടെ. അവിടെ നിങ്ങൾ എവിടെ വരെ പോയേ? ഞങ്ങൾ ഈ വഴിന്റെ അങ്ങ് എൻഡ് വരെ പോയി. ഈ വഴിന്റെ കയറ്റം കയറി അതിന്റെ അപ്പുറത്തേക്ക് പോയി ഞങ്ങള്. അവിടെ നിന്ന് പിന്നെ മഴ പെയ്തപ്പോ അങ്ങോട്ട് തിരിച്ചോടി വന്നതാ. അവിടെ നല്ല മഴ പെയ്ത്. ഇന്ന് അവിടേക്ക് മഴ ഇല്ലായിരുന്നു ഗൈസ്. അവിടെ മഴ ചെറുതായിട്ട് ചാറിയപ്പോ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നതാ. ചാറുന്നില്ലായിരുന്നോ? ആ ഞാൻ ശരിക്കും വിചാരിച്ചു നല്ല മഴ പെയ്തു. ഭയങ്കര മഴക്കാരൊക്കെ മൂടി വന്നിരുന്നു. അവിടെ എത്തുമ്പോഴേ ഷാമിക്ക് പനി. ഇന്നലെ മഴ കൊണ്ട് പനിയില്ല, തൊണ്ടവേദന അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയാ പറയുന്നത്. സൈഡെന്നോ അല്ലോ എനിക്ക് പേടിയാണ് ഗൈസ്. ഒരു ബസ് വന്നാൽ ഇവിടെ കൂടെ പോവാനുള്ള സ്ഥലമില്ല. തൊട്ടടുത്ത് കൂടെയാണ് ഗൈസ് ബസ് പോയത്. അയ്യോ, ഞാൻ ചാരി എന്ന സമയത്ത് അങ്ങനെ അട്ട കയറിയുണ്ടോ? അഞ്ചപ്പുറത്ത് പോയിട്ട് വെയിറ്റ് ചെയ്യാം. ചെറിയൊരു ഫുട്പാത്ത് ആണ് അല്ലേ? റോഡെന്ന് പറയാൻ പറ്റില്ല ഗൈസ്. ഇത് ഇതുണ്ടോ, വളരെ ചെറിയൊരു ഫുട്പാത്ത് ആണ്. ഇത് നമ്മുടെ റിസോർട്ടിലേക്ക് നമ്മൾ വന്ന വഴിയല്ല, റിസോർട്ടിന്റെ പുറകുവശത്തുള്ള വഴിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ റിസോർട്ടിന്റെ പുറകുവശം മൊത്തം ഇങ്ങനെ കൃഷിയാണ്. അപ്പൊ ആ കൃഷി സ്ഥലത്തിന്റെ സൈഡിലുള്ള ചെറിയൊരു ഫുട്പാത്ത്, അതാണ് ഇത്. എന്താളും കൂടെ കൊടയൊക്കെ ചൂടി വരാം. മമ്മിയും അതാ കൊടയും ചൂടി വരുന്നു. അടിപൊളി വ്യൂ ഒക്കെ കണ്ട് മഴയൊക്കെ നനഞ്ഞ്. മഴ കൂടെ 5 മുന്നിൽ പോയി. ഞങ്ങള് എല്ലാരും കൂടെ സൈക്കിൾ ഉരുട്ടി കഥയും പറഞ്ഞ് വരാൻ പോണം. നിന്നൊക്കെ സൈക്കിൾ ഓടിക്കുന്നു. പണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിച്ച് ഞാനും അഞ്ചും കൂടെ ഒരുമിച്ച് സൈക്കിൾ ഓടിച്ചു പോകും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. മുന്നിൽ ഞാനും പോവും, പിന്നാലെ ഓളും വരും. ഞങ്ങൾക്ക് 2 പേർക്ക് സൈക്കിൾ ഉണ്ട്. ഞങ്ങളൊരു ഗ്യാങ് ആയിരുന്നു. സൈക്കിളൊക്കെ ആയി ഞങ്ങളൊരു 5-6 ആൾക്കാര് 5-6 സൈക്കിളും കൊണ്ട് സ്കൂള് വിട്ടിട്ട് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകും. എന്റെ കയ്യിലുണ്ടായിരുന്നു സൈക്കിൾ ലേഡി ബേർഡ്. പക്ഷെ എന്റെ കുറെ ദൂരായിരുന്നു സ്കൂള്. അപ്പൊ സൈക്കിളിൽ പോകാൻ പറ്റില്ല, ബസ്സിലേന് പോകാൻ പറ്റില്ല. പക്ഷെ നല്ല രസമായിരുന്നു. സ്കൂൾ വിട്ട് കഴിഞ്ഞ് വന്നാൽ സൈക്കിൾ അങ്ങോട്ട് എടുക്കും. എന്നിട്ട് ഞങ്ങൾ കറങ്ങാനൊക്കെ ഇറങ്ങും കേട്ടോ. കറങ്ങാൻ ഏതെങ്കിലുമൊക്കെ വഴി കൂടെ ഒക്കെ പൊമ്മനോട് പറയില്ല കേട്ടോ. ഞാൻ വീട്ടിൽ പറയാണ്ട് സൈക്കിളും എടുത്ത് രാവിലെ പുലർച്ചയ്ക്കും ഇറങ്ങും. മമ്മി കേട്ടോ പല കഥകളും ഒരു എന്താണ്
നമ്മൾ രണ്ടാളും കേൾക്കുന്നുണ്ട്. കേക്കട്ടെ, പക്ഷെ അന്ന് അറിയില്ലായിരുന്നു. അന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വിടൂല. അന്ന് എന്താ ഇതേപോലെ തന്നെ വീടിന് മുന്നിലുള്ള വഴി ഒരു ഫുട്പാത്ത് ഒക്കെ പോലത്തെ, ഫുട്പാത്ത് അല്ലേ മണ്ണിട്ട ഒരു സ്ഥലമായിരുന്നു. അവിടെ നേരെ പോയി കഴിഞ്ഞാൽ ബൈപ്പാസാ. എന്നിട്ട് ഞങ്ങൾ ബൈപ്പാസിന്റെ മുളക് കയറിയിരിക്കേണ്ടി വരും. ഞാനും ചെറുതാവുമ്പോ ഞാനും എന്റെ വേറൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഗായ. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി നേരെ പോയിട്ട് അവിടെ ഒരു പുഴയൊക്കെ ഉണ്ട് കേട്ടോ. ആ പുഴന്റെ വക്കിലൊക്കെ രാവിലെ തന്നെ പോയിരുന്നു. നല്ല രസമായിരുന്നു. ഞാനിവിടെ ഉണ്ട്. പുഴന്ന് മനസ്സിലായോ? ശവപ്പറമ്പൊക്കെയുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞല്ലേ, അത് കഴിഞ്ഞിട്ടുള്ള പുഴ. അത് ഞങ്ങൾ ഇത്രയും നല്ല വഴി കൂടെ നടക്കുമ്പോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതല്ല, സൈക്കിൾ എടുത്ത് നമ്മൾ അറിയാത്ത വഴി കൂടെ ഒക്കെ പോയില്ലേ പണ്ട് കാലത്ത് ചെറുതായിരിക്കുമ്പോ. അതുപോലെ എന്തെല്ലാം കൈവിട്ടിട്ട് ഇറക്കത്തുമ്പോ കൂടെ പോവാ, എന്നിട്ട് താഴെ വീഴ. അതൊക്കെയാണ് അന്നത്തെ രസം. അട്ടണ്ടോ നോക്കി കേട്ടോ. എനിക്ക് ഇതുവരെ അട്ട അടിച്ചില്ല. കാക്കൻ ഇന്നലെ കടിച്ച്. ശ്രീന് കഴിച്ചോ? അഞ്ചിന് കാൽമല ഒരു അട്ടനെ കിട്ടി കഴിച്ചു. പോവുന്നത് ചെറുതല്ലേ? ഞാന് ഈ ഷൂ ഇങ്ങനെ ആക്കി നോക്കുമ്പോണ്ട് കാലിൽ കൂടെ ഇങ്ങനെ പോകുന്നു. അത് അടിച്ചിട്ടില്ല. അത് ഇപ്പൊ അട്ടനെയും കിട്ടി പുഴുവിനെയും കിട്ടി. 2-നും 5-നും മേന്നാ കൈസ് കിട്ടിയത്. ഇമ്മയും അമ്മയൊക്കെ റൂമിലേക്ക് പോയിരിക്കാണ് ഗൈസ്. അപ്പൊ നമുക്ക് റൂമിലേക്ക് പോയി നോക്കാം. ചിലപ്പോ സ്നാക്സ് വന്നിട്ടുണ്ടാവും. ഇനിയിപ്പോ അവിടെ സ്നാക്സ് ഒക്കെ വന്നിട്ടുണ്ടാവും. നമുക്ക് നല്ല ചൂടോടെ ഈ തണുപ്പത്തിരുന്നിട്ട് സ്നാക്സ് കഴിക്കാം. ഇവിടെ എത്തി ഉമ്മയുടെ. സ്നാക്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി സ്നാക്സ് കഴിക്കാട്ടോ. ഞങ്ങള് വിചാരിച്ചിരുന്നു ട്രീ ഹൗസിന് സ്നാക്സ് കഴിക്കണമെന്ന്. ചായ ഒക്കെ അവിടെ നല്ല ഭംഗിയിൽ കുടിക്കാന്ന് വിചാരിച്ചാണ്. പക്ഷെ 5-ന് അട്ട കടിച്ചപ്പോ ഞങ്ങൾക്ക് പേടി. അതുകൊണ്ട് ഞങ്ങള് പിന്നെ ഇവിടുന്ന് തന്നെ കുടിക്കാൻ. അട്ട മാത്രമല്ല പുഴു കടിച്ചു. അത് എനിക്ക് നേരെ തന്നെയായിരുന്നു ആക്രമണം. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നല്ല മുരുമുരാന്നുള്ള പഴംപൊരി, നല്ല പഴുത്ത് പഴാൻ തോന്നിട്ടോ. നല്ല സ്മെല്ലുണ്ട്. പുറത്ത് നല്ല മഴ പെയ്ത് തോർന്നൊരു അന്തരീക്ഷമാണ്. ഇരുണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ സമയത്ത് നമുക്ക് നല്ല ചൂട് ചായ, ചൂട് പഴംപൊരി, പൊക്കുവടയൊക്കെ കഴിക്കാം. മമ്മിമ്മയൊക്കെ കാത്തിക്കാണ് ചായ ഒഴിച്ച് റെഡി ആക്കി കിട്ടാൻ വേണ്ടി. ചായ ഒഴിക്കാം. ചായല്ലോ കോഫിയാ? കോഫിയല്ലേ? കോഫിയാ. ഞങ്ങൾ ഇന്നലെയും മഞ്ഞാന്നൊക്കെ ചായ ആയിരുന്നു ഗൈസ്. അപ്പൊ ഇന്നൊരു വെറൈറ്റിക്ക് കോഫി ഒക്കെ വിചാരിച്ചു ഞങ്ങള്. ഇവിടെ അമ്മക്കും മമ്മിക്കും ഒരു ചായ അല്ല കേട്ടോ, 2 ചായ വേണം. 6 പേർക്ക് ഞാൻ 12 കോഫി വാങ്ങിച്ചത്. അത് ഇങ്ങനെ ആസ്വദിച്ച് കുടിച്ചു തീർന്നു വരുന്നുള്ളോണ്ട് അല്ല, അമ്മയും മമ്മിയും മാത്രല്ല, ശ്രീക്ക് 2 എണ്ണം വേണം. അതാ വേണ്ട. നിങ്ങൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഏതോ റീലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ ഷോപ്പിൽ കയറിയിട്ട് 3 ചായ. അപ്പൊ എനിക്ക് അതൊന്നും അതേവരെ ശ്രീ എവിടെ കയറിയ 2 എണ്ണം എനിക്ക്. ഞങ്ങളിതാ ചായ കുടിക്കാതിരിക്കുന്നിടത്തുനിന്ന് അങ്ങോട്ടുള്ള വ്യൂ കണ്ടോ. അല്ല മഴ മൂടി നിൽക്കുന്നുണ്ട്. ഇപ്പൊ പെയ്യുന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ചിലപ്പോ ഇപ്പൊ പെയ്യാനും ചാൻസ് ഉണ്ട്. ഒണിയൻ പക്കോട എനിക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് മേടിച്ചതാണ് ഗൈസ്. ചൂട് ഒണിയൻ പക്കോടയാണ്. കുഞ്ഞു കുഞ്ഞു ഒണിയൻ പക്കോടയാണ്. നല്ല ചൂടുണ്ട്. അടിപൊളിയല്ലേ? അടിപൊളി. ഈ ഒണിയൻ പക്കോട എങ്ങനെ കഴിക്കണം എന്നറിയോ? ഒരു ചൂടുള്ള ഒണിയൻ പക്കോട എടുക്കുക, ഇതേ സോസിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്യുക, എന്നിട്ട് കഴിക്കുക. ഒരു പഴംപൊരി. മമ്മി അയ്യാ, ചൂട് 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 മമ്മി. നല്ല ചൂട് പഴംപൊരിയും നല്ല ചൂട് കോഫി.
നല്ല പൊരിഞ്ഞ മഴ പെയ്തുകൊണ്ടിരിക്കുക. ഇത് കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ മുകളിലോട്ടേ നോക്കി കഴിഞ്ഞാൽ മഴ പെയ്യുന്നത് കാണാം. ഗൈസ്, എനിക്ക് നേരത്തെ ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഒരട്ടി ഒരു പുഴുവാണ്. ഇപ്പൊ രാത്രിയായിട്ട് അത്ര പോലും നമുക്ക് ഒന്നും മനസ്സിലാവില്ല. അഞ്ച് പേടിച്ചു, ഞാൻ നല്ല പേടിച്ചിട്ടുണ്ട്. ഇവിടെ നേരെ പോകുന്ന സ്വിമ്മിംഗ് പൂളിലേക്കാട്ടോ. പിന്നെ ഇവിടെ ആന, ഞാൻ വന്ന അപ്പൊ ഇറങ്ങിയപ്പോ കാണിച്ചു തന്നില്ലേനോ ആന. ആനേന്റെ തൊട്ട മുന്നിൽ തന്നെ നമുക്ക് വലിയൊരു ഊഞ്ഞാലുണ്ട്. ആ വീഡിയോയിൽ കാണുമ്പോൾ ശരിക്കും ആനയെ പോലെ തന്നെ ഉണ്ട്. ശരിക്കും നിൽക്കുന്ന പോലെ ഉണ്ട് കേട്ടോ. ഞാൻ ആനേന്റെ അടുത്ത് പോയി. ഞാനുണ്ട് മെല്ലെ കേറിയോ ഇപ്പൊ അവേ. ഇവിടെ ഞങ്ങള് വന്ന മുതൽ മഴ നോക്ക്. ഇതാണ് കുട്ടിശങ്കരൻ. എങ്ങനെയൊന്നും പോയി നമ്മൾ ശരിക്കും നേരെ പോയി തൊടൂലല്ലോ. അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ ആസ്വദിക്കാം. നോക്കിയാൽ മതി, നമ്മള് മേടിച്ചോളൂ. ഇനി അതാ ഊഞ്ഞാല ഉണ്ടോ ഗൈസ്? വലിയ ഊഞ്ഞാലാട്ടോ അത്. ഞാനുണ്ട്. ഇത് കണ്ട ഗൈസ്, ഇതില് ഞങ്ങൾ 4 പേരെയും കൊള്ളും. നല്ല ഒന്ന് ആട്ടിത്തരോ? അയ്യോ, ഞങ്ങൾ വളഞ്ഞു തിരിഞ്ഞാടുന്നു. സ്പീഡിലാട്ടട്ടെ. ആട്ടിക്കോ. പറ്റിയതില് കളിക്കല്. ഞാൻ ആ പൊന്നിന്റെ ഇടയിൽ പല്ലി പോലെ ഉണ്ടാവില്ല. നല്ല തണുപ്പുണ്ട്, നല്ലൊരു സുഖം. അപ്പൊ ഊഞ്ഞാലിലാടുമ്പോ ഒന്നുകൂടെ കാറ്റ് ഇവിടെ കൊറേ തവളകളുണ്ട്. ഈ ഒരു അതാണ് ആ കുളം കണ്ടില്ലേ? തവളയാണ് ഞങ്ങളെ നടുവിൽ കയറി. അയ്യോ തമാശ. അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോ ചളി വന്നു പോകും. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് സ്വിമ്മിംഗ് പൂളിലേക്ക് പോവാം ഗൈസ്. നോക്കി ഇറങ്ങിക്കാൻ നല്ല വഴിക്കാണ്. വന്നിട്ട് വീണിട്ടൊന്നുമില്ല. ഓ, ഇനി അതിന്റെ ഒരു കുറവും കൂടി ഉണ്ട്. പുഴുവായി അട്ടയായി, ഇനി വീഴും കൂടി വേണം. അത് ഇരിക്കല്ലേ? അല്ല ഞാൻ തന്നെ ആയിരിക്കല്ലോ, അതുകൊണ്ടാ മഴ പെയ്യുണ്ടോ? ചെറുതായിട്ട് മഴ പെയ്യുണ്ടോ? ചാമ്പക്ക എത്ര ചാമ്പക്ക നോക്ക്. ചാമ്പക്ക മരത്തിനടുത്ത് എന്തായാലും പുഴുണ്ടോ? ജാമ്പക്ക പറിക്കട്ടെ. ജാമ്പക്ക കഴുകിട്ട് കഴിക്കണം. പുഴുണ്ടാവൂലേ? കഴുകണം നല്ലോണം. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇതായിട്ടുള്ള വ്യൂവാ. നമ്മള് വന്നത് മുതല് മഴയാണ്. അതുകൊണ്ട് നമുക്ക് പൂളിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. അതിന്റെ ഇടയ്ക്ക് ഞാൻ വന്ന് നോക്കിയിട്ടുണ്ടേനു. ഇവിടെ നല്ല ഭംഗിയുണ്ട് രാവിലത്തെ വ്യൂ. ഇവിടുന്ന് അങ്ങോട്ട് മൗണ്ടെയിൻസാ മൊത്തം. മൗണ്ടെയിൻ വ്യൂ ആണ്. മഴ പെയ്ത് കേസ് നമുക്ക് റൂമിലേക്ക് പോവാം. നല്ല മഴ പെയ്ത് ഇന്നലെ മൊത്തം മഴ ഉണ്ട്. ഇപ്പോഴും മഴ കൊള്ളുന്നു. അഴിക്കാനിതാ ഇറക്കമാണ്. പോയി നിക്കല് ആ എഞ്ചിലേക്ക് കേട്ടോ. ഈസി ആയിട്ട് നേരത്തെ കണ്ട തോട്ടിൽ വീഴാം. ഡോറ് വിട്ടിട്ട് സതീർത്തിയാ. പിന്നെ ഫുള്ള് മഴ ഉണ്ട്. ഇതൊക്കെ ഒരു രസല്ലേ? വീട് കാണാനോ? വീടെത്താനായില്ലേ? കാണില്ലേ? സ്റ്റെപ്പ് മാത്രമേ കാണുള്ളൂ. നമ്മള് പുറത്തേക്ക് ഇറങ്ങിയത് മഴ പിന്നെയും പെയ്ത്. നല്ലവര് ഇറങ്ങുമ്പോ അങ്ങനെ മഴയൊക്കെ പെയ്യും. ഒന്നൊക്കെ മുതൽ നോക്കണേ. അത് നോക്കാം. പുറത്തിറങ്ങും മഴ പെയ്യും, പുറത്തിറങ്ങും മഴ പെയ്യും. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. ഇവിടെ സൈക്ലിംഗ് പോയത് ഭയങ്കര രസമായിരുന്നു. ഫുള്ള് നനഞ്ഞിട്ട് ഞങ്ങൾ 4 പേരും കൂടെ നനഞ്ഞു കുതിർന്ന് നനഞ്ഞു തുടങ്ങിയപ്പോ എനിക്ക് ഫുൾ വൈബായി പോയി. അതുകൊണ്ട് നല്ല തൊണ്ടവേദനയുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഗൈസ് ഇന്നത്തെ വിശേഷങ്ങൾ. കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ട്രിപ്പിന്റെ പാർട്ട് 2 ഇടാൻ വേണ്ടിട്ട്. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളെ വിശേഷങ്ങൾ. നാളെ ഒരു ദിവസം കൂടെ ഉള്ളു ഞങ്ങൾക്കൊന്ന് റിലാക്സ് ആയിട്ട് ഇവിടെ ഇരിക്കാൻ വേണ്ടിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് തിരക്കുകളിലേക്കാണ്. അപ്പൊ അതിന്റെ വീഡിയോസ് ഒക്കെ വഴിയെ അടുത്തടുത്ത വീഡിയോസ് ആയിട്ട് തന്നെ അതിന്റെ വിശേഷങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്.